ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടി എങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ചൂട് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും പിന്നെ തൈര് സാദത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു വേപ്പിലക്കട്ടിയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു വേപ്പിലക്കട്ടി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചുവട് കട്ടിയായിട്ടുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു തേങ്ങ മുഴുവനായിട്ട് ഞാൻ ചിരകിയിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉഴുന്ന് പരിപ്പാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലാണ് മല്ലിയും എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 15 വറ്റൽമുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു മുളക് നല്ല എരിവുള്ള കാരണമാണ് ഞാനിവിടെ 15 എണ്ണം എടുത്തിട്ടുള്ളത്. എരിവ് കുറവാണെങ്കിൽ ഒരു 20 എണ്ണമൊക്കെ വേണ്ടി വരും. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് കറിവേപ്പിലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കറിവേപ്പില നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു കറിവേപ്പില വീട്ടിൽ തന്നെ പറിച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ കറിവേപ്പിലയിലാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അത് മരുന്നൊക്കെ അടിച്ചിട്ട് വരുന്നതായിരിക്കില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിൽ നമ്മൾ പിന്നീട് വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണം. ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് നല്ലോണം മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തിട്ടെടുക്കാം. ഇതിപ്പോൾ നല്ലോണം തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂണോളം കല്ലുപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് ഇടുമ്പോൾ ആദ്യം നിങ്ങൾ കുറച്ചിട്ട് കൊടുക്കുക, പിന്നീട് നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലത്തെ ആ ഒരു കുരുവൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റോളം ഒന്ന് വറുത്തെടുത്താൽ മതി. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യമേ നമ്മൾ ഉപ്പും അതുപോലെ തന്നെ കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്നൊക്കെ ഇങ്ങനെ കരിഞ്ഞിട്ടൊക്കെ പോകും കേട്ടോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും മതി കേട്ടോ. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ അടുപ്പിൽ നിന്ന് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഉരുളിയിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ഉരുളിയിൽ തന്നെയാണ് ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചൂടാറിയിട്ട് വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലോണം തന്നെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു മിക്സി ജാർ വേണം ഇതിനായിട്ട് നമ്മൾ എടുക്കാൻ. ഒട്ടും വെള്ളം നനവൊന്നും പാടില്ല. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പൊടിച്ചിട്ടെടുക്കുമ്പോൾ ചെറിയൊരു തരിയോട് കൂടിയിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം നനവൊന്നും ഇല്ലാതെ നമ്മളിത് ചെയ്യുമ്പോൾ കുറേ കാലം സൂക്ഷിച്ച് വയ്ക്കാം. നമുക്ക് കുറേ മാസങ്ങളോളം അത് വെക്കാം കേട്ടോ. പുറത്ത് വെച്ചാലും കേടൊന്നും ആവില്ല. ഞാനിവിടെ മിക്സിയുടെ വലിയ ജാർ എടുത്ത കാരണം ഇത് ഒറ്റ പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇത് പൊടിച്ചിട്ടെടുക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ ചെറിയ തരിയോട് കൂടിയിട്ട് തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ഒരു കുപ്പിയിലോ അതല്ലെങ്കിൽ ഒരു ജാറിലോ ഒക്കെ ആക്കി വെക്കുകയാണെങ്കിൽ കുറേ മാസങ്ങളോളം പുറത്ത് വെച്ചാൽ കൂടെ കേടാവില്ല. പിന്നെ ഇത് ഹോസ്റ്റലിലൊക്കെ താമസിക്കണവർക്കൊക്കെ പിള്ളേരൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർക്കൊക്കെ നമുക്കിത് കൊടുത്തു വിടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ പുറത്തൊക്കെ താമസിക്കണവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെ കൊടുത്തു വിടില്ല. അപ്പോൾ അതിൽ ഈ ഒരു ഐറ്റമൊക്കെ തയ്യാറാക്കിയിട്ടൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് നനഞ്ഞ കയ്യോ സ്പൂണോ വെച്ചിട്ടൊന്നും എടുക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്നൊക്കെ ചീത്തയായിട്ടൊക്കെ പോവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം.
താങ്ക്